ഫോണിൽ ഡിഫാൾട്ടായിട്ട് ഒരു കാലണ്ടർ ഉണ്ടാവും. എല്ലാ ഫോണിലും ഒരു കാലണ്ടർ ഉണ്ടാവും. എന്നാൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാലണ്ടറാണ്. ഈ ഒരു കലണ്ടർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. നമുക്കറിയാത്ത പല കാര്യങ്ങളും പഠിക്കാനാവും. ഓരോ ദിവസത്തെയും മൊത്തം ഹിസ്റ്ററി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഹിസ്റ്റോറിക്കൽ കലണ്ടർ എന്ന അതിൻ്റെ പേര്. നിങ്ങൾക്കിത് ആവശ്യം വരും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കുക. ആവശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ കണ്ടോ, ഇന്നത്തെ ഡേറ്റ് ഇവിടെ മെയ് 1 കാണിക്കുന്നത്. മെയ് 1 ഹെഡ്ലൈൻസ്, ഇവൻറ്റ്, ബർത്ത്, ഡെത്ത്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഓരോ കാറ്റഗറി ആയിട്ട് കൊടുത്താണ്ട. ഇതിലിപ്പോൾ ഈ മെയ് 1 സംഭവിച്ച കാര്യങ്ങൾ തീർത്ത് കാണാം. 2004, 2018, 2079. ഇപ്പോൾ ഡെത്ത് എടുത്താൽ ഈ മെയ് 1 ആരൊക്കെ മരിച്ചിക്ക്, പ്രധാനപ്പെട്ട ആൾക്കാർ ഈ ദിവസം മരിച്ചതൊക്കെ ഇതിലുണ്ടാവും. അതുപോലെ ഈ ദിവസം ജനിച്ച പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഈ ബർത്ത് എന്നുള്ളതിലുണ്ടാവും. തിരിഞ്ഞ സംഭവം ഇത് നമുക്ക് മേലൊരു ഐക്കൺ കാണുന്നില്ലേ, ഇവിടെ നോക്കിയാൽ കലണ്ടർ എടുക്കുക. ഇതിൽ നിന്ന് ഏത് ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഡേറ്റിലുള്ള സംഭവങ്ങൾ തീർത്ത് നമുക്ക് മനസ്സിലാക്കാനാവും. വെറുതെ കുത്തിരിക്കുന്ന നേരം നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക, പഠിക്കുകയും ചെയ്യുക, ഒരു നേരം പോക്കുകയാണ്. അത് തന്നെയല്ല, വളരെ ഉപകാരമുള്ള സംഭവങ്ങളുമാണ്. ഓരോ ദിവസത്തെ ഹിസ്റ്ററി നമുക്ക് കലണ്ടർ കൂടെ മനസ്സിലാക്കാം. അതിനെപ്പറ്റി സെർച്ച് ചെയ്യേണ്ട, ഒന്നും അറിയണ്ട. ഇപ്പൊ ഇതിലുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാ മരിച്ചതെന്ന് മാത്രമല്ല, അവരുടെ ഡീറ്റെയിലും, അല്ലെങ്കിൽ എന്ത് സംഭവം നടന്നു വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ കൊടുക്കുന്നുണ്ട്. സംഭവം ഹിസ്റ്ററിനെ പറ്റി അറിയേണ്ട ആൾക്കാർക്ക് ഒരു ടൈം പാസ് ആയിട്ട് ഒരു കലണ്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കലണ്ടർ ഉപയോഗിക്കണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന ആൾക്കാർ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.